ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് രേണുസുധിയുടെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. അതിൽ വന്ന 1-2 കമന്റ്, അതിന് മറുപടിയായിട്ടാണ് ഈ വീഡിയോ. അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇത്രയും ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവര്, സംസ്കാരവും ഉള്ളവര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ അക്കൗണ്ടും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ആരെ എന്തൊക്കെ പറയാം, ആരൊക്കെ എന്തൊക്കെ പോസ്റ്റ് ഇടുന്നു എന്ന് നോക്കിയിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവര് ഭയങ്കര ബുദ്ധിമതികളും ബുദ്ധിമാന്മാരും പിന്നെ ഭയങ്കര സംസ്കാരത്തോടും കൂടി വളർന്നു വന്നവരാണ്. അപ്പം അതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചത്. ആ കമന്റ്സ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. ഒരു മിനി സ്വന്തം ഫോട്ടോ ഇടാൻ എന്താണ് പിന്നെ സ്വന്തമായിട്ടൊരു കോൺഫിഡന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം മഞ്ജു വാര്യറിന്റെ ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്. അത്രേ ഉള്ളൂ. അതിൽ നിന്ന് നോക്കിക്കോണം. അതിലുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു എന്താണ് കോൺഫിഡന്റ് പോലും ഇല്ല സ്വന്തം മുഖം കാണിക്കാനുള്ള. അതിനുവേണ്ടിയാണ് വല്ലവന്റെ അന്യന്റെ ഫോട്ടോ എടുത്തിട്ടേക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. പേര് മിനി എന്നാ. അതിനകത്ത് കുറച്ച് അവരെ മോളുടെ ആണെന്ന് തോന്നുന്നു. മോളുടെ ഫോട്ടോയും ഇട്ടിട്ടുണ്ട്. അയ്യോ, അവരെന്ന് പറയരുത്, കാരണം പിന്നെ അവരെയൊക്കെ മോളേന്ന് വിളിക്കണം. കാരണം വെച്ചാൽ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. നിങ്ങൾക്ക് ഇത്രയും വിവരമില്ലേ? ഇല്ല, എനിക്ക് ഇച്ചിരി വിവരം കുറവാണ്. കാരണം ഞാൻ ലോകം കണ്ടുവരുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുത്തോ? പിന്നെ അവനവന്റെ സ്വത്തുക്കൾ പിന്നെ മക്കൾക്കല്ലാതെ പിന്നെ നാട്ടുകാർക്ക് ആരെങ്കിലും കൊടുക്കുവോ? നിങ്ങൾ നാട്ടുകാർക്ക് കൊടുക്കുവോ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. എങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ വട്ടപൂജ്യം. അപ്പൊ ഈ സ്വത്തുക്കളും അല്ലെങ്കിൽ ഇത്രയും പിന്നെ സ്വർണവും പണവും ഒക്കെ കൊടുത്ത് മക്കളെ കെട്ടിച്ചു വിടുന്നവരെല്ലാം മന്ദബുദ്ധികളും ബുദ്ധിയില്ലാത്തവരും ആണല്ലോ. അവരെല്ലാം ജീവിതത്തിൽ വട്ടപൂജയായിട്ടാണോ തോന്നുന്നത്? അല്ല, അവരവരെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത്. പിന്നെ മക്കള് ഏത് രീതി പെരുമാറുമെന്നോ, വന്നു കയറുന്നവർ ഏത് രീതി പെരുമാറുമെന്നോ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞിട്ടോ അല്ല ഈ സ്വത്തുക്കളൊന്നും എഴുതി കൊടുക്കുന്നത്. അടുത്തത്, അതും മിനി തന്നെ പറഞ്ഞതാട്ടോ. ചോദ്യം ചോദിക്കുമ്പോൾ ഹൈഡ് ചെയ്യല്ലേ ചേച്ചിന്ന്. ഞാനൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല. അത് അവരുടെ കണ്ണിൽ കാണാത്തത് അത് എന്റെ കുറ്റമല്ല. അപ്പൊ അവർക്ക് അത്രത്തോളം കണ്ണ് കാഴ്ച പോകാൻ വേണ്ടിയുള്ള പ്രായമായെന്നല്ലേ അതിനർത്ഥം. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. ആര് ഈ വീഡിയോ കയറി നോക്കിയാലും അതിലെ എല്ലാ കമന്റും അവിടെ തന്നെ കിടപ്പുണ്ട്. ഒരു കമന്റും ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല. എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്? ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്റെ വിവരത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അത്രയും മിനി വളർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന മിനിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പോ അതിനകത്ത് മറ്റുള്ളവർ ചെയ്തേക്കുന്ന വീഡിയോ ആണ് പുള്ളിക്കാരി അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അത് പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ഇടാൻ അറിയാത്തത് കൊണ്ടല്ലേ. ആ പുള്ളിക്കാരി മറ്റുള്ളവരെ വിവരം പഠിപ്പിക്കാൻ നടക്കുകയാണ്. ഇനി അടുത്തതൊരു കുടുംബത്തിൽ പിറന്ന താത്തയാണ്. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. തലയെ തട്ടവിട്ട് അയ്യോ ഞങ്ങളിപ്പോ വീടിന് വെളിയിൽ ഇറങ്ങാറേ ഇല്ല, ഞങ്ങളൊന്നും പറയത്തില്ല, ഞങ്ങള് പിന്നെ അത്രേ പിന്നെ എന്താണ് സംസ്കാരം പഠിപ്പിച്ച് വിട്ടതാണ് എന്ന് പറയുന്ന ഒരു സബന പുള്ളിക്കാരിയും പ്രത്യേകിച്ച് പോസ്റ്റുകളൊന്നും ഇട്ടിട്ടില്ല. ഒരക്കൗണ്ട് മാത്രം എടുത്തിട്ടുണ്ട്. അതായത് തള്ളേ എനിക്കുള്ളത് എനിക്ക്, മക്കൾക്കുള്ളത് അവരുണ്ടാക്കും. നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്? നെഗറ്റീവ് പറയാൻ വന്നിരിക്കുന്നു. ഈ സബനാണ് കേട്ടോ എന്റെ കാര്യങ്ങളും എന്റെ കുടുംബക്കാരുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. അപ്പൊ പിന്നെ സബനയ്ക്ക് അറിയാത്ത കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് സബന ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പറയുന്നത്. സ്വന്തം ഫോട്ടോ ഇടാനോ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ഫേക്ക് ഐഡി ഉണ്ടാക്കിക്കൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മറ്റുള്ളവരെ എന്തും പറയാം എന്നുള്ള ലൈസൻസ് കിട്ടിയെന്നാണ് അവരുടെയൊക്കെ വിചാരം.
കാരണം സബനയെന്ന് വെച്ചാൽ 18, 19, 20 അത്ര വയസ്സേ ഉള്ളു കേട്ടോ. അപ്പം പിന്നെ അത് പിന്നെ പ്രായമാവത്തില്ല, എന്നും അങ്ങനെ തന്നെ ഇരിക്കും, എന്നും 18 പ്രായം. അപ്പം പിന്നെ മറ്റുള്ളവരെ തള്ളേന്ന് വിളിക്കാം. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഈ താത്തമാരായാലും അവരുടെ കുടുംബത്തിലുള്ളവർക്കൊരു എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അവര് പിന്നെ വീട്ടില് വിളിക്കുന്നത്, സ്വന്തം ഉമ്മായും ഉപ്പായൊക്കെ വിളിക്കുന്നത് നീയെ, നിങ്ങള്, നിന്റെ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ ഇഷ്ടം പോലെ കേട്ടും കണ്ടിട്ടുമുണ്ട്. അതിൽ ഒരു ഗണത്തിൽ പെട്ടതാണ് ഇത്. ഇല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ വന്നിരുന്നുണ്ട് ഇങ്ങനെ കിടന്ന് ചളി പറയത്തില്ലല്ലോ. ഇതിനൊക്കെയാണ് വിവരമില്ലായ്മ എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ സ്വന്തം മക്കളെയും പഠിപ്പിക്കുന്നത്. നിങ്ങൾ അവരെ കാണുമ്പോൾ തള്ളേന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ കിളവാന്ന് വിളിച്ചാൽ മതി. ഇങ്ങനെ ഉള്ളതുങ്ങളാണ് സ്വന്തം മക്കളെ വളർത്തി വലുതാക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഇവര് സ്വന്തം മാതാപിതാക്കളെ നോക്കില്ല എന്നാണ്. അത് തന്നെയല്ലേ അവര് മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പിന്നെ അവരെ രക്ഷകർത്താക്കളെ എങ്ങനെ നോക്കും? നോക്കത്തേയില്ല. ഇങ്ങനെ കുറെ എണ്ണം എന്തിനാണോ എന്തോ പറയിപ്പിക്കാനായിട്ട്. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഇത്രയും ബോധവടാവുന്ന നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ, ഒരാൾ വീഡിയോ ഇടുമ്പോൾ അവർക്ക് നെഗറ്റീവ് കമന്റ് ഇടാൻ വരുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല, നിങ്ങൾ താഴെ വന്നിരുന്നുണ്ട് കമന്റ് ഇടുന്നു, ഞാൻ വീഡിയോ ചെയ്യുന്നു. അതിന് ഇത്രയും കണ്ണു കടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ 1, 2 പേര് വന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാതിരിക്കും? ഞാൻ ചെയ്യും, ഞാൻ ഇത് തന്നെ ചെയ്യും. ഞാൻ ആർക്കും ദോഷം വരുന്ന ഒരു കാര്യവും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണോ എന്റെ ശരി ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് മാത്രം വന്നിരിക്കുന്നവർ അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? എനിക്ക് തോന്നിയത് ഞാനത് ചൂണ്ടിക്കാണിച്ചു, അത്രേ ഉള്ളൂ.